നമുക്ക് ഈ മനുഷ്യർക്കുള്ള ചില ഗുണങ്ങൾ അതേപടി മനുഷ്യരാശിക്കുണ്ട്. അഹങ്കാരം അതിൽ പെട്ടെന്നാണ് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റു ജീവികളെല്ലാം നമ്മൾ മ്യൂസിയത്തിൽ ഇട്ടിട്ട് ചെന്ന് കാണുന്ന എന്തർത്ഥത്തിലാണ്? അല്ലേ, നമ്മുടെ അഹങ്കാരം അല്ലേ? നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജീവികളെല്ലാം. അവയെല്ലാം നമ്മൾ കൂട്ടിലിട്ടിട്ട് നമ്മൾ അവിടെ ചെന്ന് കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള വേറൊരു ജീവി ഇവോൾവ് ചെയ്യും. ആ അനിമൽസിൽ ഇപ്പൊ ചിമ്പാൻസി, ഗൊറില്ല, അതിന്റെ അപ്പുറത്ത് ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മനുഷ്യനിട്ടേക്ക് ബാക്കി ആ മറ്റേ ജീവി നമ്മളെ കാണുകയും ചെയ്യുന്ന നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ അഹങ്കാരത്തിന്റെ വില എന്താണ്, നമ്മളെന്ത് അഹങ്കരിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ഒക്കെ എല്ലാം നോക്കിയാൽ നമ്മൾ ദൈവങ്ങളെയൊക്കെ സങ്കല്പിക്കുന്ന എല്ലാം മനുഷ്യന്റെ രൂപത്തിലാണ്. പട്ടി സങ്കല്പിക്കുന്ന ദൈവത്തിന് ഏത് രൂപമായിരിക്കും അല്ലേ? പട്ടി പ്രാർത്ഥിക്കുകയാണോ ഇന്ന് നല്ലൊരു എല്ലും കഷ്ണം കിട്ടണേ, ആ ദൈവം എന്ത് രൂപമായിരിക്കും? നമ്മൾ വിചാരിക്കുന്ന അതും മനുഷ്യരൂപത്തിലായിരിക്കുന്നതാണ് അല്ലെ. കാരണം നമ്മൾ അഹങ്കാരമാണ്. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ എന്നെ പോലെ ഇരിക്കുന്നു. അതാണ് മനുഷ്യരാശിയുടെ അഹങ്കാരം. ഇത് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ പ്രകൃതി സംരക്ഷണം നമ്മൾ പറയത്തില്ല. നമ്മൾ ശരിക്കും എന്തിനാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്? നമുക്കിവിടെ ജീവിക്കാനാണ് അല്ലേ? അല്ലെങ്കിൽ എന്തോ പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്ക് എന്ത് കിട്ടാനാ? പ്രകൃതി തമ്മിലുള്ള കോൺട്രാക്ട് ഏർപ്പെട്ടോ, നിന്നെ ഞാൻ ഇത്ര കാലത്തേക്ക് സംരക്ഷിച്ചു കൊള്ളാം, അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാടുകളെ സംരക്ഷിച്ച് നിർത്തണം. അതിനാണ് നമ്മൾ ഈ പ്രകൃതി സംരക്ഷണം. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളെന്തോ ഔദാര്യം കാണിക്കുന്നവരാണ് നമ്മൾ ഇതിനെ പറയുന്നത്. മനുഷ്യനില്ലാന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയുടെ കാര്യം കട്ടപ്പോകെ ഒന്നുമില്ല. മനുഷ്യനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ കാരണമാണ് മറ്റു ഈ